യുഎസ് വീക്ക്ലി റൗണ്ടപ്പിന്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡിലേക്ക് ന്യൂയോർക്കിൽ നിന്നും എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ആഴ്ചയിലെ ഹൈലൈറ്റ്സ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ ബറാക് ഒബാമ ജോൺ മക്കെയിനേക്കാൾ ഗാലപ്പ് പോളിൽ വളരെയധികം മുൻപിൽ. ഇന്ത്യൻ നഗരങ്ങളിലെ ബോംബ് സ്ഫോടനങ്ങളിൽ യുഎനിൽ ആശങ്ക. ഇമിഗ്രേഷൻ സംബന്ധിച്ച പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് യുഎസ് അറ്റോർണി രാം ചിരത് മറുപടി പറയുന്നു. അമേരിക്കൻ മലയാളികളുടെ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഷിക്കാഗോയിൽ നിന്ന്. യുഎസ് വീക്ക്ലി റൗണ്ടപ്പ് സ്റ്റാർട്ട്സ് നൗ, സോ പ്ലീസ് സ്റ്റേ വിത്ത് us. ആദ്യമായി അമേരിക്ക ദിസ് വീക്ക്. ദേശീയ വാർത്തകളുമായി അമേരിക്ക ദിസ് വീക്ക് ആരംഭിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ കഴിഞ്ഞ വാരം പുറത്തുവന്ന അഭിപ്രായ വോട്ടെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ബറാക് ഒബാമയ്ക്ക് വ്യക്തമായ മുൻതൂക്കം നേടാനായി. പ്രമുഖ ദേശീയ പോളുകളിലെല്ലാം ഒബാമ ജോൺ മക്കെയിനേക്കാൾ ശരാശരി 9 പോയിന്റിന് മുൻപിലാണ്. ഇലക്ഷൻ ജയിക്കാൻ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിക്ക് ആവശ്യമായ നിർണായക മണ്ഡലങ്ങളായ പെൻസിൽവേനിയ, ന്യൂ ഹാംഷർ, ഫ്ലോറിഡ, ഒഹായോ, മിഷിഗൻ എന്നിവിടങ്ങളിലെല്ലാം ബറാക് ഒബാമ മുന്നിലാണ്. അമേരിക്കയിലെ സാമ്പത്തിക പ്രതിസന്ധി തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായതോടെ ഇറാഖ് യുദ്ധവും അമേരിക്കൻ സുരക്ഷാ നയങ്ങളും ഉയർത്തിപ്പിടിച്ച് ജനങ്ങളെ നേരിടുന്ന ജോൺ മക്കെയിന്റെ വിശ്വസ്തത വോട്ടർമാർക്കിടയിൽ കുറയുന്നു എന്ന സൂചനയുണ്ട്. സാമ്പത്തിക രംഗത്തെ പുനർജീവിപ്പിക്കാൻ ജനങ്ങൾ ഒബാമയിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇലക്ഷൻ രംഗം ആരോപണങ്ങളാലും പ്രത്യാരോപണങ്ങളാലും ചൂടുപിടിക്കും. ഇനി ബറാക് ഒബാമയ്ക്ക് പോളുകളിൽ മുൻതൂക്കം എന്നതിനെക്കുറിച്ച് അമേരിക്കൻ മലയാളികൾ പ്രതികരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തുവരും തോറും സെനറ്റർ ഒബാമയ്ക്കുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നതായിട്ടാണ് അഭിപ്രായ വോട്ടെടുപ്പുകൾ കാണിക്കുന്നത്. ഇന്നത്തെ അഭിപ്രായ വോട്ടെടുപ്പ് അനുസരിച്ച് സെനറ്റർ മക്കെയിനേക്കാൾ വളരെ മുൻപിലാണ് ഒബാമ എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു അമേരിക്കൻ മലയാളി എന്ന നിലയിൽ വരും ഇലക്ഷനിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ഒബാമ ഭരണത്തിൽ വരണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. എല്ലാവരുടെയും ബിസിനസ് എന്ന നിലയിൽ എല്ലാവരുടെയും താൽപര്യം ഡെമോക്രാറ്റിക് പാർട്ടി വരുന്നതായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ തകർച്ചയിൽ നിന്നും അമേരിക്കയെ രക്ഷിക്കുന്നതും അതിനുവേണ്ടി മുന്നോട്ട് വരുവാൻ കഴിവുള്ള വ്യക്തി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒബാമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാധാരണക്കാരായ ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാനും അവരുടെ ജീവിത രീതി നല്ല രീതിയിലേക്ക് കൊണ്ടുവരുവാനും ഒബാമയെ പോലെയുള്ള ഒരു പ്രസിഡന്റിന് കഴിയും എന്ന് അമേരിക്കയിലുള്ള മലയാളി സമൂഹം ഉൾപ്പെടെ മറ്റുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ ഈ തവണ ഒബാമ അമേരിക്കൻ പ്രസിഡന്റായി വരുന്ന കാര്യത്തിൽ സന്തോഷമുള്ളവനാണ്. ഇന്ത്യൻ നഗരങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയുണ്ടായ സ്ഫോടന പരമ്പരകളെക്കുറിച്ച് യുഎൻ സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ ആശങ്ക അറിയിച്ചു. ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളെ ലക്ഷ്യമാക്കിയുള്ള തീവ്രവാദ ആക്രമണങ്ങളെ അപലപിച്ച ബാൻ കി മൂൺ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. സ്ഫോടനത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെയും പരിക്കേറ്റവരെയും അദ്ദേഹം ദുഃഖം അറിയിക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ബറാക് ഒബാമ ഇടത്തരക്കാരുടെ വോട്ട് നേടാനുള്ള പ്രചരണം ശക്തമാക്കി. സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടുഴലുന്ന അമേരിക്കയിൽ ഇടത്തരക്കാരന്റെ പ്രശ്നങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കാനാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പദ്ധതി എന്നാണ് സൂചന. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് യുഎസ് സെനറ്റർമാരായ ജിം ഡെമിന്റ്, സാം ബ്രൌൺബാക്ക്, ജെയിംസ് ഇൻഹോഫ് എന്നിവർ സംയുക്തമായി പ്രസിഡന്റ് ജോർജ് ബുഷിന് കത്തെഴുതി. ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രസിഡന്റ് ഇക്കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും അവർ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 6 വർഷങ്ങളായി സാമൂഹ്യ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സന്നദ്ധ സംഘടനയായ ക്രിസ്ത്യൻ വേ ഇന്റർനാഷണലിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാന്നാർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നടത്തുന്ന ഉച്ചഭക്ഷണ വിതരണത്തിന്റെ സഹായധന ഉദ്ഘാടനം കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഈസ്റ്റ് കോസ്റ്റ് ക്യാപിറ്റൽ മാനേജർ തോമസ് മാത്യുവിൽ നിന്ന് സ്വീകരിച്ച് ക്രിസ്ത്യൻ വേ ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി ഫിലിപ്പ് മടത്തിലിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ന്യൂയോർക്ക് കേരള കൾച്ചറൽ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്തു. ക്രിസ്ത്യൻ വേ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് വന്ദേ എറമ്പാച്ചന്റെ ശിഷ്യനും കൂടിയായ അന്ന് ഭക്ഷ്യമന്ത്രിയായിരുന്ന ശ്രീ അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്ത് കോന്നി ഗവൺമെന്റ് ആശുപത്രിയിൽ ഉച്ചഭക്ഷണ വിതരണത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കുകയുണ്ടായി. അത് ഇന്നുവരെയും മുടക്കം കൂടാതെ നടത്തുവാൻ കഴിഞ്ഞതിൽ ക്രിസ്ത്യൻ വേയ്ക്ക് അഭിമാനമുണ്ട്. ഈ കഴിഞ്ഞ
ജൂലൈ മാസം 21-ാം തീയതി ശ്രീ രമേശ് ചെന്നിത്തലയുടെ കൂടെ നാടായ മാന്നാർ ഗവൺമെന്റ് ആശുപത്രിയിൽ ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീമാൻ ബിനോയ് വിശ്വം അവരുകൾ മാന്നാർ ഗവൺമെന്റ് ആശുപത്രിയിൽ ഉച്ചഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്ത് തുടക്കം കുറിക്കുകയുണ്ടായി. ഈസ്റ്റ് കോസ്റ്റ് ക്യാപിറ്റലിന്റെ മാനേജർ ശ്രീമാൻ ഷാജി മണലില് തോമസ് മാത്യു അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി 1 വർഷത്തേക്ക് മാന്നാർ ആശുപത്രിയിൽ ഉച്ചഭക്ഷണം ചെലവാകുന്ന പണം അദ്ദേഹം തരാമെന്ന് സമ്മതിക്കുകയുണ്ടായി. ആദ്യമേ തന്നെ ക്രിസ്ത്യൻ വേയുടെ ആശംസകൾ ശ്രീ ഷാജി മണലിന് ഞാൻ നേരുകയാണ്. നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ ഇതിനുവേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ സമകാലീന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് DCC സെക്രട്ടറി ഷാജി കറ്റാനം US വീക്ക്ലി റൌണ്ടപ്പുമായി സംസാരിക്കുകയുണ്ടായി. ഇന്ന് നമ്മോടൊപ്പം കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഷാജി കറ്റാനമുണ്ട്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. UDFന്റെ 5 വർഷത്തെ ഭരണവും LDFന്റെ 2.5 വർഷത്തെ ഭരണവും താങ്കൾ എങ്ങനെ താരതമ്യപ്പെടുത്തുന്നു? UDFന്റെ 5 വർഷത്തെ ഭരണം നാടിന് വേണ്ടിയുള്ളതായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെയും 2.5 വർഷത്തെ ഭരണം പാർട്ടിക്കാർക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്ന് കഴിഞ്ഞ 2.5 വർഷത്തെ ഭരണം തെളിയിച്ചിരിക്കുകയാണ്. 1997 EK നായനാർ കേരളത്തിന് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ജപ്പാൻ കുടിവെള്ള പദ്ധതി പോലുള്ള പദ്ധതികൾ UDFന്റെ ഗവൺമെന്റ് കാലത്ത് ശ്രീമാൻ AK ആന്റണി അത് പൂർത്തീകരിക്കുവാൻ നോക്കിയത് കേരളത്തിന്റെ വികസനം ലക്ഷ്യം കണ്ടുകൊണ്ടാണ്. എന്നാൽ ബഹുമാനായ ഉമ്മൻചാണ്ടി കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള സ്മാർട്ട് സിറ്റി പോലെയും APL BPL കാർഡ് പോലെയുള്ള കാർഡുകളും അതേപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും ഒക്കെ തന്നെ UDFന്റെ സംഭാവനയായിരുന്നുവെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി അത് അപ്പാടെ തിരസ്കരിച്ച് കളയുവാനുള്ള കാരണം കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന പ്രതിബദ്ധതയ്ക്ക് പകരം രാഷ്ട്രീയമായി UDF കൊണ്ടുവന്ന പരിപാടികളെ LDF മുന്നോട്ട് പോയാൽ അതിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വവും അതിന്റെ പരിപൂർണമായിട്ടുള്ള ക്രെഡിറ്റും UDFനും കോൺഗ്രസിനും കിട്ടും എന്നുള്ളതുകൊണ്ട് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചുള്ള പല പരിപാടികളും മാർക്സിസ്റ്റ് പാർട്ടി നടപ്പിലാക്കുന്നില്ല എന്നുള്ള ഒരു നഗ്നസത്യം കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ബന്ദുകളും ഹർത്താലുകളും അമേരിക്കൻ മലയാളികളിൽ വളരെയധികം ആശങ്ക ഉളവാക്കുന്നു. താങ്കളുടെ അഭിപ്രായമില്ല? കേരളത്തിൽ അധികാരത്തിലിരിക്കുകയും കേന്ദ്രത്തിൽ UPA സർക്കാരിനെ പിന്താങ്ങുകയും ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടി തന്നെ കേന്ദ്ര വിരുദ്ധ സമരം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒട്ടനവധി സമരങ്ങളും ബന്ദുകളും കേരളത്തിൽ നടത്തിയത്. ഞാൻ ഈ അമേരിക്കയിൽ വന്നതിന് ശേഷം ഒട്ടനവധി പരിപാടികൾ ഞാൻ പങ്കെടുത്തു. ഓണാഘോഷം പോലെയുള്ള അമേരിക്കൻ മലയാളികളുടെ ഒട്ടനവധി ഓണാഘോഷ പരിപാടികളിലെല്ലാം പങ്കെടുക്കുമ്പോഴും ഏത് മീറ്റിംഗുകളിൽ ചെന്നാലും അവിടെ എല്ലാവരും അവിടുത്തെ ജനങ്ങളെല്ലാവരും ആശങ്കയോടുകൂടി ചോദിക്കുന്നത് കേരളത്തിലെ വികസനം വഴിമുട്ടി നിൽക്കുന്നു, കേരളത്തിൽ ബന്ധു ഹർത്താലും കാരണം നാട്ടിലേക്ക് വരുവാൻ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു, ഇവിടുന്ന് പ്ലെയിൻ കയറുവാൻ നിൽക്കുന്നവർ നാട്ടിൽ വരുമ്പോൾ നാട്ടിൽ ഹർത്താലും ബന്ധുമാണ് എന്ന് പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരായ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വിദേശ മലയാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരിൽ കാണുന്നതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഉന്നതമായ നേതൃത്വം വളരെയധികം ഗൌരവത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമല്ലാതെ നാട്ടിലൊരു ബന്ധോ ഹർത്താലോ നടത്താൻ പാടില്ല എന്ന് പോലും പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനം ജനജീവിതം സ്തംഭിക്കുന്ന ഒരു പരിപാടിയും നടത്തുവാൻ കോൺഗ്രസ് തയ്യാറല്ല എന്നുള്ളതിന്റെ തെളിവായി നമ്മൾ കാണണം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFന്റെ നില മെച്ചപ്പെടുത്തുമോ? തീർച്ചയായും കോൺഗ്രസ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അഭിമാനകരമായ വിജയത്തോടുകൂടി കേരളത്തിൽ കോൺഗ്രസിന്റെ നില വളരെയധികം മെച്ചപ്പെടും എന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും.